കൊത്തമര റോസ്റ്റ്. കൊത്തമര കൊണ്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ? കിഴക്ക് ബീട്ടി പോലെ അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടാക്കാൻ ഞാനൊരു 250 ഗ്രാം കൊത്തമര എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഒരു സവാളയോ ഒരു തക്കാളിയോ 4-5 പച്ചമുളകോ 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ആദ്യം കൊത്തമര വെള്ളത്തിലിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നൈസായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-9 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. കൊത്തമര ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളത്തിലിട്ട് തരാം. ഇനി വേറൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് വെന്ത് വന്നാൽ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെന്ത് വന്ന കൊത്തമര ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊത്തമര നല്ല ഒരു വെജിറ്റബിളാണ്. പല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ് ഈ കൊത്തമര. നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. ആദ്യം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗങ്ങളും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒന്ന് ചിരകിയ തേങ്ങയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് സമയം അടച്ചു വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ ഒന്ന് വെന്ത് വരണം. പിന്നെ തേങ്ങയൊന്ന് വെന്ത് വരണം. വെന്ത് വരാത്ത തക്കാളിയും ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ വെന്ത് വരട്ടെ. ഇത് വെന്ത് വന്ന അടുപ്പ് മാറ്റാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൊത്തമര റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ് ഈ കൊത്തമര. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.